വൈറ്റില മൊബിലിറ്റി ഹബ് ഒന്നാം ഘട്ടം മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ നാടിന് സമർപ്പിച്ചു. കൊച്ചിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന പദ്ധതി 2013 മാർച്ചിൽ പൂർണ്ണ സജ്ജമാകും. രണ്ടാം ഘട്ട പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി മന്ത്രി എസ്. ശർമ്മ അറിയിച്ചു. പദ്ധതി പ്രദേശത്തു നിന്നും ഡബിൾ ഡെക്കർ ബസ്സാണ് ആദ്യം സർവീസ് നടത്തിയത്. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് കൊച്ചിയുടെ സ്വപ്ന പദ്ധതി മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തത്. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കി ഗതാഗത കുരുക്കിന് പരിഹാരം കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരേ സമയം 35 ബസ്സുകൾക്ക് പാർക്കിംഗ് സൌകര്യമൊരുക്കുന്ന 7 ബസ് ബേകളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിലേക്കുള്ള നിശ്ചിത ദീർഘദൂര ബസ്സുകൾക്ക് ഇനി ഈ ഹബ്ബിൽ നിന്ന് സർവീസ് തുടങ്ങാനും അവസാനിപ്പിക്കാനും സാധിക്കും. സിറ്റി സർവീസുകളും ഇവിടെ നിന്നാവും സർവീസ് തുടങ്ങുക. സംയോജിത ഗതാഗത വികസന പദ്ധതികൾക്ക് പക്ഷേ കേന്ദ്രത്തിൽ നിന്നും അത്ര അനുകൂല നിലപാടല്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. വൻ നഗരമായ കൊച്ചിയെ ഒഴിവാക്കി ശരിയായ ഫെഡറൽ തത്വങ്ങൾ വിസ്മരിക്കുന്ന സമീപനമാണ് മമതാ ബാനർജിയെ പോലുള്ള പല കേന്ദ്രമന്ത്രിമാരും തുടരുന്നത്. പാലക്കാട് കൊച്ചു ഫാക്ടറിയുടെയും ചേർത്തല വാഗൻ നിർമ്മാണശാലയുടെയും എല്ലാ കാര്യത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാട്ടുന്നത്. ഫുഡ് കോർട്ട്, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയും ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായിട്ടുണ്ട്. 15.83 കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. 75 ഏക്കർ പ്രദേശത്തുയരുന്ന മൊബിലിറ്റി ഹബിൽ 6 ഏക്കറിലാണ് പ്രാഥമിക ടെർമിനൽ ഉയർന്നിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി 376.04 കോടി രൂപയാണ് വേണ്ടിവരിക. രണ്ടാം ഘട്ടം പൂർത്തിയാവുന്നതോടെ 2 ബേസ്മെന്റ് ഫ്ലോറുകളിലായി 750 കാറുകളും 1500 ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള സൌകര്യമുണ്ടാകും. ഡിസംബറിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുമ്പോൾ 70 ദിവസം കൊണ്ട് കൗണ്ട് ഡൌൺ ചെയ്യുന്നതിനുള്ള സ്കീമാണിട്ടത്. മൊബിലിറ്റി ഹബിൽ നിന്നും കന്യാത്ര നടത്തിയത് ഡബിൾ ഡെക്കർ ബസ്സാണ്. മന്ത്രി ജോസ് തിറ്റയിൽ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. കേന്ദ്രമന്ത്രി കെ.വി. തോമസ്, പി. രാജീവ് എം.പി, എം.എൽ.എമാർ, മേയർ ഉൾപ്പെടെയുള്ള മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.